2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം വീഴ്ചകൾ ബി.ജെ.പി വരുത്തിയതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുൻകരുതൽ ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ 2018 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടിയാണ് ബി.ജെ.പിക്ക് ഉണ്ടായത്. നമുക്കറിയാമല്ലോ, അത് ഈ പറയുന്ന മധ്യപ്രദേശിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ഇനി കർണാടകയിലാണെങ്കിലും കോൺഗ്രസ് വിജയിച്ചു വരികയും ബി.ജെ.പി തറപറ്റുകയും ചെയ്തു. അപ്പോൾ ആ സാഹചര്യത്തെ ഭയന്നു ബി.ജെ.പി. എന്നുവെച്ചാൽ ഒരു ദേശീയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് ബോധ്യപ്പെടുന്ന ബി.ജെ.പി പിന്നെ പുൽവാമയും ബാലാക്കോട്ടും ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതോടുകൂടിയാണ് ആ ഒരു മുൻകരുതൽ, പിന്നെ ആ ഒറ്റ നറേഷനിലാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും വലിയ വിജയം ബി.ജെ.പി കരസ്ഥമാക്കുന്നു. പക്ഷേ 2024 വരുമ്പം സ്വന്തം ശക്തി കൊണ്ട് ക്യാരീഡ് അവേ ആയി പോകുക എന്ന് പറയില്ലേ, അതാണ് സംഭവിച്ചത്. ഇപ്പം ഉദാഹരണത്തിന് വീണ്ടും ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പുകളിലുള്ള വലിയ വിജയം, മധ്യപ്രദേശ് വലിയ ഭൂരിപക്ഷമാണ്, 160 സീറ്റാണ് മധ്യപ്രദേശിൽ കിട്ടിയത്. ഛത്തീസ്ഗഡ് തിരിച്ചുപിടിച്ചു, രാജസ്ഥാൻ തിരിച്ചുപിടിച്ചു എന്ന് മാത്രവുമല്ലല്ലോ, ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു വലിയ ശക്തമായ മുന്നണിയായി വരുമെന്ന് സ്വപ്നത്തിൽ പോലും ബി.ജെ.പി കരുതിയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നേരെ നിതീഷ് കുമാറിനെ പിടിച്ച് ബി.ജെ.പി ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അതോടെ ഇന്ത്യ ബ്ലോക്ക് പൊളിഞ്ഞു എന്നങ്ങ് വിചാരിച്ചു. അതുപോലെ മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിളർത്തി, NCPയെ പിളർത്തി. ഇവിടെ ഉത്തർപ്രദേശിൽ BSPയെ മാനേജ് ചെയ്തു, രാഷ്ട്രീയ ലോക്ദളിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ അർത്ഥത്തിലെല്ലാം രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് വിചാരിക്കുന്നു. അതുകൂടാതെ രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നു, വനിതാ സംവരണം, സ്ത്രീകളെ സ്വാധീനിക്കാൻ കഴിയുന്ന വനിതാ സംവരണം കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ മോഡിയുടെ ഗ്യാരൻറ്റി, മോഡി എന്ന് പറയുന്ന വലിയ ഒരു വോട്ട് ക്യാച്ചർ, ആ രീതിയിലുള്ള ഒരു ഇമേജും കൂടിയായപ്പോൾ ഏകപക്ഷീയമാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് ബി.ജെ.പി വിചാരിച്ചു. പക്ഷേ ബി.ജെ.പി അൺപോപ്പുലറായി തുടങ്ങിയത്, ഞാൻ കൃത്യമായി പറയാം, ഫെബ്രുവരി മാസം കഴിയുമ്പോൾ ബി.ജെ.പി അൺപോപ്പുലറായി തുടങ്ങുകയാണ്. ഓരോരോ ആക്ടിലൂടെ, ഇലക്ട്രൽ ബോണ്ടിലൂടെ, ഈ പറയുന്ന ആളുകളുടെ പാർട്ടികളുടെ ഫണ്ട് ഫ്രീസിങ്ങുകളിലൂടെ, ഈ അറസ്റ്റുകളിലൂടെ ഒക്കെ അൺപോപ്പുലർ ആവുകയും തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം എന്താണോ ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുമെന്ന് വിചാരിച്ചിരുന്ന വിഷയങ്ങളെല്ലാം തന്നെ അവരെ പിന്നോട്ടടിക്കുകയാണ് ചെയ്തത്. ആ അർത്ഥത്തിൽ ഈ പറയുന്ന നേരത്തെ നികേഷ് ഉപയോഗിച്ചൊരു വാക്ക് തന്നെ, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഡൈനാമിസം എന്ന് പറയുന്നത് മോദിക്ക് പിടികിട്ടിയില്ല. 2019 ആ മുൻകരുതൽ മോദിക്കുണ്ട്. 2014 സ്വാഭാവികമായ സാഹചര്യങ്ങളുടെ ആനുകൂല്യം മോദിക്കുണ്ടായിരുന്നു. 2019 കൂടുതൽ കരുതലുണ്ടായിരുന്നു. 2024 വന്നപ്പോൾ സ്വന്തം ഇമേജിലും അതേപോലെ തന്നെ പാർട്ടിയുടെയും മുന്നണിയുടെയും ശക്തിയിലും ക്യാരീഡ് അവേ ആയിപ്പോയ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. വലിയ തിരിച്ചടി അതുകൊണ്ട് തന്നെ ബി.ജെ.പി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കാത്തുവച്ചിട്ടുണ്ട് ജനങ്ങൾ. വലിയ തിരിച്ചടിയിലേക്ക് തന്നെ പോകും, നോ ഡൗട്ട്, ഒരു സംശയവും ഇപ്പോൾ വേണ്ട. ഈ പറയുന്ന കേവല ഭൂരിപക്ഷം നേടുക എന്ന് പറയുന്നത് വളരെ വിദൂരമായൊരു ടാർഗറ്റായി ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം മാറിയിട്ടുണ്ട്. അത് തുടക്കം മുതൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമായിരുന്നു. ഈ പറയുന്ന കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ഇനി നേരത്തെ നികേഷ് ഉപയോഗിച്ചൊരു വാക്ക് വീണ്ടും കടം കൊണ്ടാൽ ഗെയിം ചേഞ്ചറായി മാറുമെന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായ ദിവസമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. അത് വളരെ നിർണായകമായ ഇമ്പാക്റ്റുകൾ പല രീതിയിലുണ്ടാക്കുമെന്ന്. Meet the editors.